ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കേസ് നടക്കുന്നതിനാലാണ് നേരിട്ട് പോയി കാണാത്തത്. അല്ലു അർജുൻ. പുഷ്പ 2 പ്രദർശനത്തിനിടെ അല്ലു അർജുൻ തിയേറ്ററിലെത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ശ്രീതേജ് എന്ന 9 വയസ്സുകാരന് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് അല്ലു അർജുൻ. അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ അല്ലു അർജുൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം നടത്തിയ ആഘോഷം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടർന്നായിരുന്നു അദ്ദേഹം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കുട്ടിക്കുള്ള പിന്തുണ അറിയിച്ചത്. ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും കേസായതിനാലാണ് കുട്ടിയെ സന്ദർശിക്കാൻ പോകാത്തതെന്നുമായിരുന്നു നടന്റെ മറുപടി. ദൗർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീതേജിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. നിയമ നടപടികൾ കാരണം കുഞ്ഞിനെയോ കുടുംബത്തെയോ സന്ദർശിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവർക്കുണ്ടാകും. ആശുപത്രി ചെലവും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുമെല്ലാം ഞാൻ ഏറ്റെടുക്കും. കുട്ടി വേഗത്തിൽ രോഗമോചിതനാകട്ടെ. അവനെയും കുടുംബത്തെയും കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്, അല്ലു അർജുൻ കുറിച്ചു. ഡിസംബർ 4-ാം തീയതി രാത്രി 11 മണിയുടെ പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു അപകടമുണ്ടായത്. സംഭവത്തിൽ ദിൽസുഖ് നഗർ സ്വദേശിനിയായ രേവതിയാണ് മരിച്ചത്. ഇവരുടെ 9 വയസ്സുകാരനായ മകൻ ശ്രീതേജ് ബോധരഹിതനാവുകയും ചെയ്തിരുന്നു. യുവതിയുടെ ഭർത്താവിനും പരിക്കേറ്റിരുന്നു. അല്ലു അർജുൻ എത്തിയതറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഗേറ്റ് തകർത്തതിനെ തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു അപകടം. സംഭവത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ട് മണിക്കൂറുകൾക്കകം തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഉത്തരവ് വൈകിയെത്തിയ പശ്ചാത്തലത്തിൽ അല്ലുവിന് ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നു. ശനിയാഴ്ച രാവിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അല്ലുവിനെ സ്വീകരിക്കാൻ വൻ ആരാധകക്കൂട്ടം കാത്തുനിന്നിരുന്നു. വീട്ടിലേക്കെത്തിയ അല്ലുവിനെ ഏറെ വൈകാരികമായാണ് ഭാര്യയും കുഞ്ഞുങ്ങളും സഹോദരനും സ്വീകരിച്ചത്.